എൻ്റെ ഒരു തിസിസ് പ്രൊപ്പോസലിൻ്റെ ഫസ്റ്റ് ഡിഫൻസ് കഴിഞ്ഞു. കറക്ഷനോടുകൂടി സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ സെക്കൻഡ് ഡിഫൻസിൽ ഡോക്ടറൽ കമ്മിറ്റിയുടെ മുമ്പിലാണ്. അപ്പം അതിൻ്റെയും വളരെ തിരക്കുകളോടുകൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. കോഴ്സ് വർക്കുകളെല്ലാം കഴിഞ്ഞ് ഇരിക്കുന്നു. തിരക്കുകൾ വളരെ അധികമുണ്ട്. ദൈവമക്കളുമായിട്ട് വീണ്ടും ഇങ്ങനെ കാണാൻ കർത്താവ് അവസരം തന്നതോടെ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളാണ് നമുക്ക് ചിന്തിക്കേണ്ടത് എങ്കിലും 24 വരെയുള്ള വാക്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ 26 വാക്യങ്ങളെ അതിലുള്ളൂ. അപ്പോൾ ആ ഒരു അധ്യായം മുഴുവനും നമ്മുടെ ചിന്താവിഷയമാണെങ്കിലും എല്ലാ ഭാഗങ്ങളും വായിക്കാനായിട്ട് സമയം എടുക്കുന്നില്ല. ഈ ഒരു ഭാഗത്തു നിന്ന് 17 മുതൽ, പ്രത്യേകിച്ച് 6 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നു. പണ്ട് ദൈവമക്കൾക്ക് ഒരു ചിന്തയുണ്ടാകും ഏത് വാക്യങ്ങളാണ് ആദ്യം വായിക്കേണ്ടത് എന്ന്. തൽക്കാലം അതിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് ഇങ്ങനെ ഒന്ന് വായിക്കാം. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ച് ദൈവമക്കൾക്ക് വ്യക്തമായ അറിവുകൾ ഉള്ളവരാണ്. ദീർഘ നാളുകളായിട്ട് ദൈവവചനം പഠിക്കുന്ന ദൈവമക്കളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഭാഗത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, വെളിപ്പാട് പുസ്തകം സവിസ്തരമായി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ യോഹന്നാനെ കുറിച്ചും ഒക്കെ ദൈവമക്കൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും എന്ന പൂർണ്ണമായൊരു ബോധ്യം എനിക്കുണ്ട്. ഇന്ന് രാത്രിയിൽ നാം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈ 17-ാം അധ്യായത്തിൽ നിന്ന്, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്ന് അല്പസമയം ചിന്തിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. സ്തോത്രം. മറ്റ് 3 സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമാന്തര സുവിശേഷം, സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയും. സിനോപ്റ്റിക് ഗോസ്പൽസ്, സിനോപ്റ്റിക് പ്രോബ്ലം എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഒക്കെ ഉണ്ട്. ദൈവവചനം പഠിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഞാൻ അത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. മത്തായിയുടെയും മർക്കോസിന്റെയും ലൂക്കോസിന്റെയും സുവിശേഷം എന്തുകൊണ്ടാണ് ഒരുപോലെ കാണപ്പെടുന്നത് എന്നും അതിന്റെ പിമ്പിലുള്ള കാരണങ്ങൾ എന്താണെന്നും ആദ്യം എഴുതിയത് ആരാണെന്നും ആരെ കോപ്പി അടിച്ചെന്നൊക്കെയുള്ള ചിന്തകൾ പൊതുവെ പഠിതാക്കളുടെ ഇടയ്ക്ക് ഉണ്ട്. ഞാൻ ഉപയോഗിച്ച വാക്ക് ദൈവമക്കൾ തെറ്റിദ്ധരിക്കരുത്, കോപ്പി അടിച്ചെന്ന് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് ഈ സിനോപ്റ്റിക് പ്രോബ്ലം എന്ന് പറയുന്നത്. സിനോപ്റ്റിക് പ്രോബ്ലം എന്തുകൊണ്ടാണ് 3 പേരും ഒരേ കാര്യം തന്നെ പറയുമ്പോൾ 3ആയിട്ട് പറയുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ചിന്തിക്കാനായിട്ട് കാണാനായിട്ട് കഴിയും. അതിനെ അങ്ങനെ പറയുന്നത്. എന്നാൽ യോഹന്നാൻ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണ് 4-ാമത്തെ. സാധാരണ യോഹന്നാന്റെ സുവിശേഷത്തെ പറയുന്നത് ഫോർത്ത് ഗോസ്പൽ, യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ദ ഫോർത്ത് ഗോസ്പൽ എന്ന് പറയുന്നത്. കാരണം ജോഹന്നാൻ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു എഴുത്ത് തന്നെയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, പിന്നെ വെളിപ്പാട്. അപ്പൊ ഇത്രയും കൂടെ ചേർത്ത് ജോഹന്നാൻ റൈറ്റിംഗ്സ്. യോഹന്നാന്റേതായ ഒരു ശൈലിയുണ്ട് എഴുത്തിന്. യോഹന്നാന്റേതായ ഒരു പ്രത്യേകതയുണ്ട് ഈ എഴുത്തുകൾക്ക്. അതുകൊണ്ട് തന്നെ അത് വേറിട്ട് മറ്റു പുസ്തകങ്ങളിൽ നിൽക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് 17-ാം അധ്യായത്തിൽ നിന്ന് നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശത്തെ തിരിച്ചറിയുക, റെക്കഗ്നൈസ് ഗോഡ്സ് പർപ്പസ് ഫോർ us എന്നൊരു വിഷയത്തെക്കുറിച്ച് ദൈവമക്കളുമായിട്ട് ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞതിനർത്ഥം ഇതാണ്, നമ്മെക്കുറിച്ചുള്ള ഒരു ദൈവിക ഉദ്ദേശം. 2024 വീണ്ടും ഞാൻ ആ വാക്ക് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. 2024 നമ്മൾ 2024 പ്രവേശിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവം നമ്മോട് ഈ ഭാഗത്ത് നിന്ന് സംസാരിപ്പാനിടയായി തീരട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കർത്താവ് നമ്മോട് വ്യക്തമായി സംസാരിപ്പാനിടയായി തീരട്ടെ. എല്ലാവരെ കുറിച്ചും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്, അല്ലേ? ഉദ്ദേശമില്ലാത്ത ഏതെങ്കിലും കാര്യം ലോകത്തിലുണ്ടോ? ഇല്ല. എല്ലാ കാര്യത്തിന്റെയും പിമ്പിൽ ഒരു ഉദ്ദേശമുണ്ട്, ഇല്ലേ? പക്ഷെ ആ ഉദ്ദേശം പൂർത്തീകരിക്കാൻ കഴിയാതെ പോയാൽ അതൊരു പരാജയമായിട്ട് നമ്മൾ കണക്കാക്കാനായിട്ട് കഴിയുന്നുണ്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ കാശ് കൊടുത്ത് വലിയൊരു പട്ടിയൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടും. പ്രത്യേകിച്ച് ഇതിനെ കൊണ്ട് പ്രയോജനമൊന്നും ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇത് കുറയ്ക്കണമെന്നൊരു ഉദ്ദേശത്തിലായിരിക്കും ഇതിനെ കൊണ്ടുവരുന്നത്, അതല്ലെങ്കിൽ ഇത് കടിക്കണമെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും ഇതിനെ കൊണ്ടുവരുന്നത്. ചുരുക്കം പറയാമെങ്കിൽ ഇത് 3 നേരം ശാപ്പാട് അടിച്ചിട്ട് കിടന്ന് ഉറങ്ങത്ത മാത്രമേ ഉള്ളൂ, കുറയ്ക്കത്തും ഇല്ല, കടിക്കത്തും ഇല്ല എങ്കിൽ
സാധാരണയായിട്ട് വീട്ടുകാർ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണമെന്ന് ശ്രമിക്കാറുണ്ട്. ഞാൻ ജീവിതവുമായിട്ട് വ്യക്തപ്പെടുത്താത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറയുന്ന ഏതെങ്കിലും വാക്കുകൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ അതൊരു ഒരു ബന്ധപ്പെടുന്നതാകയാൽ ആയി പോയെങ്കിൽ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് ഞാൻ ജീവിതവുമായിട്ട് ബന്ധപ്പെടാതെ ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും ഓരോ പ്രവർത്തികളുടെയും പിമ്പിൽ ഒരു ഉദ്ദേശമുണ്ട്. ഓരോ വാക്കിന്റെ പിമ്പിൽ ഒരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, അല്ലെ? മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. നാം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മെക്കുറിച്ചും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. സ്തോത്രം. അതാണ് ഇന്ന് രാത്രിയിൽ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിന് തന്നെ വളരെ വ്യക്തമായി ഉദ്ദേശം പറയുന്ന ഒരു പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. നമുക്കറിയാമല്ലോ, 20-ാം അധ്യായം 30-31 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പൊ നോക്കിക്കേ, യോഹന്നാൻ 17-ാം അധ്യായത്തിൽ നമ്മെക്കുറിച്ചുള്ള ആ ദൈവിക ഉദ്ദേശത്തെ പറയാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ തൻ്റെ ഉദ്ദേശം, ഈ പുസ്തകം എഴുതുന്നതിന്റെ പിമ്പിലുള്ള ഉദ്ദേശം യോഹന്നാൻ വളരെ വ്യക്തമായി സവിസ്തരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി നമ്മൾ ഈ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ എന്നാ പറയുന്നത്, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഈ ലോകത്തിലാക്കിയിട്ട്, പ്രതികൂലങ്ങൾ നിറഞ്ഞ ലോകത്തില്, പ്രതിസന്ധികൾ നിറഞ്ഞ ലോകത്തില് എന്നാ പറയുന്നത്, സുവിശേഷ വേലയിലേക്ക് ഇറങ്ങുന്ന ശിഷ്യന്മാർ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധി ഘട്ടത്തെ മുമ്പിൽ കണ്ടിട്ട് കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മഹാപുരോഹിത പ്രാർത്ഥന, ദ ഹൈ പ്രീസ്റ്റ്ലി പ്രേയർ ഓഫ് ജീസസ് എന്ന് പറയുന്ന മഹാപുരോഹിത പ്രാർത്ഥനയാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ഈ 17-ാം അധ്യായത്തിന്റെ പ്രത്യേകത അതാണ്. ദൈവമക്കളെ മറക്കരുത്, യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ പ്രത്യേകതയാണ് ഹൈ പ്രീസ്റ്റ്ലി പ്രേയർ ഓഫ് ജീസസ്, യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന. അപ്പൊ കർത്താവ് ഈ ഭാഗത്ത് തന്റെ ശിഷ്യന്മാരെ കുറിച്ചുള്ള ഉദ്ദേശമാണ് പറയുന്നത്. തന്റെ ശിഷ്യന്മാരെ കുറിച്ചുള്ള ഉദ്ദേശം കർത്താവ് പറയുന്നത്, താൻ തന്നെ ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം കർത്താവ് പറയുന്നുണ്ട്. അത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നു. സ്തോത്രം. അപ്പൊ നമ്മൾക്ക് ദൈവമക്കളോട് ഇന്ന് രാത്രി ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നതിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ദൈവമക്കൾ വളരെ പെട്ടെന്ന് തന്നെ പറയും, പൂവ് പാസ്റ്ററെ, ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നതിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് എന്ന് നമ്മൾ ഒരുപക്ഷെ പറയുമായിരിക്കും. നമുക്കെല്ലാവർക്കും ഒരു ധാരണയുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഉദ്ദേശത്തെ വേണ്ടം വണ്ണം മനസ്സിലാക്കി എടുക്കാനോ അതനുസരിച്ച് പ്രവർത്തിക്കുവാനോ കഴിയാതെ പോകുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് നാം പ്രതീക്ഷിക്കാത്ത തിന്മകൾ സംഭവിക്കുമ്പോൾ, പ്രത്യേകിച്ച് നാം പ്രതീക്ഷിക്കാത്തത് കേൾക്കുമ്പോൾ. ഈ സൂമിൽ കൂടെ ആയതുകൊണ്ട് പരിമിതികൾ ഒത്തിരി ഉണ്ട്, എന്നാലും ഞാൻ പറയട്ടെ. ചില പ്രത്യേക സംഭവവികാസങ്ങളെ കുറിച്ച് ക്രിസ്തീയ ലോകം വളരെ ഉത്കണ്ഠാകുലരാണ് ഈ ദിവസങ്ങളിൽ. ഗ്രൂപ്പുകളിൽ കൂടെയും മീറ്റിങ്ങുകളിൽ കൂടെയും പറച്ചിലുകളിൽ കൂടെയും പ്രാർത്ഥനയ്ക്കൊക്കെ ആഹ്വാനം ചെയ്യുകയും ചില പ്രത്യേക വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വളരെ ഉത്കണ്ഠാകുലരായിരിക്കുന്ന വിശ്വാസ സമൂഹങ്ങൾ, ക്രിസ്തീയ സമൂഹങ്ങളെ ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങളും ഒരു പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ആ വിഷയത്തിന് വേണ്ടി ചില സമയങ്ങളെടുത്ത് പ്രാർത്ഥിക്കാൻ ഞങ്ങളും പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലെ ഈ നമ്മുടെ നിലനിൽപ്പ് നമുക്ക് അറിയാമെങ്കിലും അല്ലെങ്കിൽ ഉദ്ദേശം അറിയാമെങ്കിലും അനീതി പെരുകുമ്പോൾ, നാം ഭയപ്പെടുന്ന തിന്മകൾ കാണുമ്പോൾ, ദൈവമക്കളാണെന്ന് പറയുന്നത് നാം പലപ്പോഴും ഭയപ്പെട്ടു പോകാറുണ്ട്. ആരോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പകൽ സന്തോഷവാനായിട്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ രാവിലത്തെ പത്രം വായിക്കരുത്. ശ്രദ്ധിക്കുക, പകല് സന്തോഷകരമായിട്ട് നമുക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ, ജീവിക്കണമെന്നുണ്ടെങ്കിൽ രാവിലത്തെ പത്രം വായിക്കരുതെന്ന് പറഞ്ഞു. പിന്നീട് അതിനുശേഷം, അത് കേട്ടതിന് ശേഷം ആരോ അതിനോടൊപ്പം കൂട്ടിച്ചേർത്തു, ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളില്ലാതെ ഉറങ്ങണമെങ്കിൽ സായാഹ്ന പത്രവും വായിക്കരുത്, അല്ലെങ്കിൽ വൈകിട്ടത്തെ പത്രവും വായിക്കരുതെന്ന് ഒരാൾ കൂട്ടിച്ചേർത്തു. അപ്പൊ ഇതാണ് സത്യം. നമ്മൾ ജീവിക്കേണ്ടുന്ന ഒരു ലോകമാണിത്. ഈ ഒരു യാഥാർത്ഥ്യം ദൈവമക്കൾ മറക്കരുത്. നമ്മൾ ജീവിക്കേണ്ടുന്ന ഒരു ലോകമാണിത്.
നമ്മളിവിടെ ജീവിക്കുകയാണ്. ഈ ലോകത്തിന്റെ തിന്മകൾ നമുക്ക് അനുഭവപ്പെടുകയും നമ്മൾ അങ്ങേയറ്റം വ്യസനിക്കപ്പെടുകയും വേദനിക്കപ്പെടുകയും ചെയ്യുന്ന അനേക സന്ദർഭങ്ങളുണ്ട്, ഇല്ലേ? ദൈവമക്കൾക്ക് അറിയാം, നമ്മൾ ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോൾ നെടുവീർപ്പിടുന്ന ദൈവമക്കളൊക്കെ നെടുവീർപ്പിടുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കും, ഇവിടെ എങ്ങനെ ജീവിക്കും, ഈ ലോകത്ത് ജീവിക്കണമല്ലോ, ഇവിടെ എങ്ങനെ നമ്മുടെ കുടുംബത്തെ പുലർത്തും എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഇപ്പം കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും, ബോംബെയിലൊക്കെ ഇത് പണ്ടേ ഉണ്ടാവും, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തീരുന്ന യുവതലമുറയെക്കുറിച്ച്, ചെറുപ്പക്കാരെക്കുറിച്ച്, സ്കൂൾ കോളേജ് കുട്ടികളെ കുറിച്ച് കേൾക്കുമ്പോൾ ന്യായമായിട്ട് ഒരു പിതാവ് എന്ന നിലയിൽ ഞാനും എന്നെ പോലുള്ള മാതാപിതാക്കള് ന്യായമായിട്ട് വിഷമിക്കാറുണ്ട്, സന്ദേഹിക്കാറുണ്ട്. എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഒരു തലമുറയിൽ വളർത്തിയെടുക്കും എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം ദൈവമക്കൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് ഒരുക്കും. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയേണ്ടത്, ഇത്രയെല്ലാ പ്രശ്നങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോയാലും, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ ഏറി വന്നാലും, ക്രിസ്തീയ മൂല്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഉദ്ദേശത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കി ജീവിക്കാനാകും? ഇതാണ് ഇന്ന് സന്ധ്യാസമയത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ ആലോചന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 1 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ യോഹന്നാൻ, ഞാൻ കഴിഞ്ഞ ദിവസം എപ്പോഴോ പറഞ്ഞതാണെന്നാണ് എൻ്റെ വിശ്വാസം. 13 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ കാണുന്നുണ്ട്, യേശുവിന്റെ അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ 14-ാം അധ്യായം തൊട്ട് നമ്മൾ കാണുന്ന ഒരു ഷിഫ്റ്റ് ആണ്, ഒരു ചേഞ്ച് ആണ് നമ്മൾ അവിടെ കാണുന്നത്. ഇവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കാൻ തുടങ്ങുകയും, ശ്രദ്ധിക്കുമ്പോൾ അല്ലെ, കാരണം തനിക്ക് ഈ ലോകം വിട്ടുപോകാൻ സമയമായെന്ന് കർത്താവിന് അറിയാമായിരുന്നു. 17-ാം വാക്യത്തിന്റെ 1-ാം വാക്യം നമ്മൾ വായിച്ചതുപോലെ തന്റെ സമയമായെന്ന് കർത്താവിന് അറിയാമായിരുന്നു. കർത്താവ് അവരെ ഉത്സാഹിപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഒടുവിലായിട്ട് 16-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നോക്കണം, 12 പെട്ടെന്നൊരു ദിവസം കർത്താവ് വിട്ടുപോകുകയാണെന്ന് അറിയുന്ന ശിഷ്യന്മാരുടെ ഉള്ളിൽ കൂടെ പോകുന്ന അലയടിക്കുന്ന വലിയ ഭീതികളുടെയും നിരാശകളുടെയും എല്ലാം പിൻപിൽ കർത്താവ് അവരെ ആശ്വസിപ്പിച്ചിട്ട് പറയുന്നത് വേറെ സന്ദേശമാണ്. ഞാൻ അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. 14-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കർത്താവ് അവരെ ആശ്വസിപ്പിക്കുന്ന ഭാഗമാണ്. അപ്പൊ കർത്താവിനോട് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുക. അതാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ ഈ ദൈവിക ഉദ്ദേശത്തെ കുറിച്ചുള്ള ചിന്താവിഷയമായിട്ട് ഞാൻ പ്രധാനമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എന്റെ ദൈവമക്കള് എന്നോടൊപ്പം ഉണ്ട് എന്ന പൂർണ്ണമായ ബോധ്യത്തോടുകൂടെ ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവിന്റെ ഈ മഹാപുരോഹിത പ്രാർത്ഥനയിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് മധ്യസ്ഥത, ഇന്റർസെസറി പ്രയർ. 2, തന്റെ അനുയായികൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള ദൈവിക കരുതലിനും സംരക്ഷണത്തിനും വേണ്ടിയുള്ള അപേക്ഷയാണ്. നോക്കണേ, കർത്താവ് 1 മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നു, 2 കർത്താവ് അപേക്ഷിക്കുന്നു പിതാവിനോട്, തന്റെ ശിഷ്യന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടി കർത്താവ് അപേക്ഷിക്കുന്നു. അത് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നു. അങ്ങനെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മൂന്നാമതായിട്ട് അവരെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയും ലക്ഷ്യവും കർത്താവ് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നു. നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വളരെ സരളമായി സാവധാനം പോകുന്നത് കൊണ്ട് ആർക്കും ഉറക്കമൊന്നും വരുന്നില്ലല്ലോ അല്ലേ? ഓക്കെ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോണം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വണ്ടി ഫസ്റ്റ് ഗിയറിൽ തന്നെ ഓടത്തില്ല, 2nd, 3rd, 4th, 5th ഗിയർ ഒക്കെ ഉള്ള വണ്ടിയാണ്. ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം, ഗിയർ എളുപ്പം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം, നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അപ്പൊ ഒന്ന്, യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ആദ്യം കർത്താവ് ചെയ്യുന്നത് ഇന്റർസെസറിയാണ്, മധ്യസ്ഥതയാണ് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സ്വർഗത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമ്മുടെ കർത്താവ്. പാപമൊഴികെ അല്ല, നമ്മുടെ കർത്താവും ഈ ഭൂമിയിലായിരുന്നപ്പോൾ പാപത്താൽ പരീക്ഷിക്കപ്പെടുവാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും കർത്താവ് ദൈവത്തിന്റെ വചനത്താൽ പാപത്തെ ജയിച്ച കർത്താവാണ്. അതാണ് നമ്മുടെ അപ്പൊ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. 2, ഈ മഹാപുരോഹിതനായിരിക്കുന്ന കർത്താവ് രണ്ടാമതായിട്ട് തന്റെ ശിഷ്യന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ.
അപ്പൊ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവ് അവരെ വിടുകയല്ല, ആ പ്രാർത്ഥനയിൽ തന്നെ അവരെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങളും കർത്താവ് പറയുന്നുണ്ട്. ഇന്ന് രാത്രി ഇത് ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ആലോചനയല്ലെന്ന് ദൈവമക്കൾക്ക് ബോധ്യമുള്ളതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, ഇന്നും നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷവാദം ചെയ്യുന്ന, പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി അഭയയാചന ചെയ്യുന്ന, ഒരു മഹാപുരോഹിത പ്രാർത്ഥന ചെയ്യുന്ന ഒരു കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്തുണ്ട്. ആമേൻ. ആ കർത്താവ് നമ്മുടെ സംരക്ഷണം ആഗ്രഹിക്കുന്നുണ്ട്. ആ കർത്താവ് നമ്മുടെ സംരക്ഷണം ഉറപ്പു തരുന്നുണ്ട്. മിനിഞ്ഞാന്ന് നമ്മൾ കേട്ടപ്പോൾ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞു എന്ന ഭാഗം ചിന്തിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഇടയിലില്ലാത്ത ഒരു ആടിന് സുരക്ഷിതത്വം ഒരിക്കലും ലഭിക്കത്തില്ല. ഭീതിയിലായിരിക്കുമ്പോൾ ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞ് ആ തന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന കർത്താവിനെ കുറിച്ച് നമ്മൾ കേൾപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് വീണ്ടും 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതാണ് കാണുന്നത്. കർത്താവിന് നമ്മുടെ ആമേൻ സംരക്ഷണം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതോട് ചേർത്ത് നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം കർത്താവ് പറയുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ട്? റിക് വാരന്റെ? പ്രോബബ്ലി മെനി ഓഫ് യു മൈറ്റ് ഹാവ്. നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ എല്ലാവരും ആ പുസ്തകം ഒന്ന് വായിക്കണം. പർപ്പസ് ഡ്രിവൺ ലൈഫ് ബൈ പാസ്റ്റർ റിക് വാരൻ. റിക് വാരൻ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് ഫ്രീ കോപ്പി അവൈലബിൾ ആണ്, ഫ്രീ PDF അവൈലബിൾ ആണ്. ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാനും പറ്റും. ആ പുസ്തകം ഒന്ന് വായിക്കണം. പർപ്പസ് ഡ്രിവൺ ലൈഫാണ്. നമ്മുടെ ജീവിതം കർത്താവിനാൽ ഉദ്ദേശത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ഉദ്ദേശം. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിലേക്ക് വരട്ടെ. അപ്പൊ ദൈവമക്കളെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ 17-ാം അധ്യായത്തിൽ എവിടെയെങ്കിലും കർത്താവ് ശിഷ്യന്മാരുടെ ഭൂമിയിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചാൽ 17-ാം അധ്യായത്തിൽ എവിടെയെങ്കിലും കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ടോ? കർത്താവിന്റെ പ്രാർത്ഥനകളെല്ലാം ആത്മീക വശങ്ങളാണ്, അല്ലെ? അവർക്ക് സമ്പത്ത് കൊടുക്കണമെന്നും അവരെ മഹാന്മാരാക്കി തീർക്കണമെന്നും ശുശ്രൂഷയില് അവരെ എല്ലാവരെയും ഓവർസിയർമാരാക്കി സെൻട്രൽ പാസ്റ്റർമാരാക്കി മാറ്റണമെന്നൊന്നും കർത്താവ് പ്രാർത്ഥിച്ചില്ല, അല്ലെ? കർത്താവിന്റെ പ്രാർത്ഥന വളരെ പർപ്പസ് ആയിട്ടുള്ള, വളരെ വളരെ കറക്റ്റ് ആയിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക? നമ്മൾ കർത്താവിന്റെ ഉദ്ദേശത്തിൽ നിന്ന് നമ്മൾ അങ്ങ് മാറിപ്പോയി, അല്ലെ? സഭയിലെ സെക്രട്ടറി ആകാൻ ആഗ്രഹമില്ലാത്തവരും ഒന്നുമില്ലെങ്കിലും സഹോദരിമാർ ഒത്തിരി പേരുള്ളതുകൊണ്ട് സഹോദരിമാരുടെ എങ്കിലും സെക്രട്ടറി ആകാൻ ആഗ്രഹമില്ലാത്തവരൊന്നും ഒരു പക്ഷേ കണ്ടെന്ന് വരത്തില്ല. എല്ലാവർക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ. അപ്പൊ അത് ആത്മീകമാണ്. ഞാൻ പറഞ്ഞത് വിഷയം മനസ്സിലായില്ലേ? ആത്മീകമാണ്. പക്ഷേ നെവർ എവർ കർത്താവ് ഒരിക്കലും ആത്മീകമായതിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് രാത്രി നമ്മൾ ആ ചിന്തിക്കുമ്പോൾ ആ ഭാഗം വ്യക്തമായിട്ട് കർത്താവ് നമുക്ക് മനസ്സിലാക്കി തരാൻ ഇടയായിത്തീരും. ഓക്കെ, അവരുടെ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഒന്നും കർത്താവ് പ്രാർത്ഥിച്ചില്ല. അതിനേക്കാൾ ഉപരിയായി കർത്താവ് ശിഷ്യന്മാരുടെ പരാജയമോ അവിശ്വാസമോ ചൂണ്ടിക്കാണിച്ചില്ല, അല്ലേ? കർത്താവ് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ: ദൈവത്തിന്റെ ഉദ്ദേശം അവരുടെ ജീവിതത്തിൽ പൂർത്തിയാകുന്നത് വരെ ദുഷ്ടനിൽ നിന്ന് അവരെ സംരക്ഷിക്കണം എന്ന് മാത്രമാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. ഓക്കെ, അപ്പൊ പിതാവേ നാഴിക വന്നിരിക്കുന്നു എന്നുള്ളത് ഞാൻ ഇപ്പൊ ചിന്തിക്കാൻ പോയാൽ നമ്മുടെ മുമ്പിൽ സമയം പോകും എന്നുള്ളത് കൊണ്ട് വാക്യങ്ങൾ മാത്രം പറഞ്ഞു വിടാം. 7-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നു: ആകയാൽ അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു. 7-ാം അധ്യായത്തിലെ യോഹന്നാൻ പിടിപ്പാൻ അന്വേഷിച്ചു എങ്കിലും അവന്റെ നാഴിക വന്നിട്ടില്ലായകയാൽ ആരും അവന്റെ മേൽ കൈവച്ചില്ല. എന്നാൽ അതേ സമയത്ത് 12-ാം അധ്യായം 23-ാം വാക്യത്തിൽ വരുമ്പോഴോ യേശു അവരോട് ഉത്തരം പറഞ്ഞത്: മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പിതാവേ നാഴിക വന്നിരിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട്, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്നത് എന്നൊരു ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും സന്തോഷം പറയാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, യേശു അത്ഭുതം ചെയ്തത് കൊണ്ടോ അടയാളം ചെയ്തത് കൊണ്ടോ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തന്നതുകൊണ്ടോ ഒന്നുമല്ല യേശു ആയിരിക്കുന്നത്, ദൈവമായിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. എന്റെ കർത്താവ് മാത്രമാണ് ഈ ഭൂമിയിൽ ആമേൻ പാപികളെ തേടി വന്നത്. എല്ലാവരെയും അങ്ങോട്ട് ചെന്ന് ദൈവത്തെ കാണേണ്ടി വരുമ്പോൾ എന്റെ യേശു തമ്പുരാൻ മാത്രമാണ് ഞാൻ ഇരിക്കുന്നിടത്ത് എന്നെ അന്വേഷിച്ച് എന്നെ തേടി വന്നത്. ആമേൻ. ഇന്ന് രാത്രി നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? കർത്താവേ, എന്നെ തേടി വന്നതിനായി സ്തോത്രം. യെരിഹോവിന്റെ തെരുവീതിയിൽ കൂടെ ഒരു സക്കായിയെ തേടി കർത്താവ് ഒരു ദിവസം പോയി.
ഗലീല കടൽ തീരത്ത് കൂടെ ശിഷ്യന്മാരെ തേടി കർത്താവ് ഒരു ദിവസം പോയി. ആമേൻ. ഇന്ന് രാത്രി ദൈവമക്കളെ, നാം ഓർക്കണം, നമ്മെ തേടി കർത്താവ് ഒരു ദിവസം വന്നത് കൊണ്ടാണ് ഇന്ന് രാത്രിയിലും കർത്താവിന്റെ സന്നിധിയിൽ ഇരിപ്പാൻ നമുക്ക് കഴിയുന്നത്. ആ സുദിനം ഒന്ന് ഓർത്ത് നോക്കിയേ. പ്രിയ കർത്താവിന്റെ ദാസൻ പാടിയ പാട്ട് ഞാൻ ഓർക്കുമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ആ പാട്ട് കേൾക്കുന്നത്. വാട്ട് എ ബ്യൂട്ടിഫുൾ സോങ്. എന്തോ ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടാണ്. ഞാനത് ആദ്യമായിട്ടാണ് ഞാനത് കേൾക്കുന്നത്. സ്തോത്രം. ആ രക്ഷയുടെ മഹാത്മ്യം നമുക്കൊരിക്കലും മറക്കാൻ കഴിയത്തില്ല. രണ്ടാമത് കർത്താവിന്റെ ഞാൻ പറയാൻ വന്ന ഇതാണ്, നാഴിക വന്നിരിക്കുന്നു, ഇല്ലേ? സ്തോത്രം. മരിക്കാൻ വേണ്ടി വന്ന ഏക ദൈവപുത്രനായ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. താൻ മരിക്കാൻ വേണ്ടിയാ വന്നത്, അല്ലേ? മനുഷ്യപുത്രൻ മരിക്കാൻ വേണ്ടിയാ വന്നത്, കാണാതെ പോയതിനെ തിരഞ്ഞു. അപ്പൊ കർത്താവ് വന്നതിന്റെ ഉദ്ദേശങ്ങൾ എന്നൊക്കെ പറഞ്ഞ എല്ലാവരും സൺഡേ സ്കൂളിന്റെ ക്ലാസ്സിൽ പറയുന്ന പോലെ ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ഉറങ്ങാതെയും കൂടി ഇരിക്കുമല്ലോ. അപ്പൊ കർത്താവ് വന്നതിന്റെ ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞേ, ലൂക്കോസ് 19:10, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. 1. 2, കർത്താവ് വന്നത് എന്തിനാ? പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ വന്നത്. 3, കർത്താവ് എന്തിനാ വന്നത്? കർത്താവ് വന്നത് ശുശ്രൂഷിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാൻ അത്രേ കർത്താവ് വന്നത്. മർക്കോസ് 10:45. വീണ്ടും അതേ വാക്യത്തിൽ 10:46 കർത്താവ് എന്താ പറയുന്നത്? അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാൻ അത്രേ കർത്താവ് വന്നത്. സൺഡേ സ്കൂൾ പരീക്ഷയ്ക്ക് നിങ്ങൾ എല്ലാവരും തോറ്റു പോവാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ, വീഡിയോ ഓൺ ചെയ്യാത്തവരാ വിടുക്കരെ, അവരാകുമ്പോൾ ആരും ഞാൻ നിങ്ങളുടെ ചുണ്ടൊന്നും കാണത്തില്ല. ഓക്കെ, അപ്പൊ അടുത്തത് പിന്നെ കർത്താവ് വന്ന ഉദ്ദേശം എന്താ? കർത്താവ് വന്നതിന്റെ ഉദ്ദേശം മരിക്കാൻ വേണ്ടി കർത്താവ് വന്നത്, തന്റെ ജീവനെ അനേകർക്ക് വേണ്ടി മറുപടിയായി കൊടുക്കാൻ. എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചൊരു വാക്യമുണ്ട്. സ്തോത്രം. ദീവട്ടി പന്തങ്ങളും ഒക്കെ ആയിട്ട് കർത്താവിനെ പിടിക്കുവാൻ ഗത്സമന തോട്ടത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഇറങ്ങി വന്നിട്ട് ചോദിക്കും, നിങ്ങൾ ആരെയാകുന്നു തിരയുന്നത്? അവര് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നസറേനായ യേശുവിനെയാണ് ഞങ്ങൾ തിരയുന്നതെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ അത് ഞാനാകുന്നു, ഇവർ പൊയ്ക്കൊള്ളട്ടെ. സ്തോത്രം. നോക്കണം, ശിഷ്യന്മാരെ കുറിച്ചുള്ള കർത്താവിന്റെ കരുതൽ ഒരു പ്രാർത്ഥനയിൽ ഒതുക്കുക മാത്രമല്ലായിരുന്നു. കർത്താവ് ശിഷ്യന്മാരെ തീർച്ചയായിട്ടും വിടുവിക്കാൻ ആഗ്രഹിച്ചു. നിങ്ങൾ യേശുവിനെയാണ് തിരയുന്നതെങ്കിൽ അത് ഞാനാണ്, ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. എന്റെ കർത്താവ് ഒരിക്കലും പിടിക്കാൻ വരുന്നവരെ കണ്ടിട്ട് ഒഴിഞ്ഞു മാറി പോയില്ല, ഒളിച്ചോടി പോയില്ല. കർത്താവ് മരണത്തെ പേടിച്ചില്ല, കാരണം താൻ മരിക്കാൻ വേണ്ടി വന്നവനാണ്. ഇന്ന് രാത്രി ഈ കർത്താവിനെ സ്നേഹിക്കുവാൻ, ഈ കർത്താവിനെ അറിയുവാൻ ഒരു ഭാഗ്യം ലഭിച്ചത് അതേ മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മഹനീയമായ കാര്യം. പിതാവേ, നാഴിക വന്നിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഞാൻ പോയാൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്താ വിഷയത്തിലേക്ക് നമുക്ക് വരാൻ കേട്ട് കഴിയത്തില്ല. അപ്പൊ 3 ഭാഗങ്ങളായിട്ട് ഈ 17 അധ്യായത്തെ തിരിച്ചിട്ടുണ്ട്. എഴുതുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. സോറി കേട്ടോ, ഞാൻ മലയാളത്തിൽ മാത്രം പറഞ്ഞു പോകുന്നത്, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. അപ്പൊ 1, കുരിശിൽ മഹത്വപ്പെടാൻ വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നത് കുരിശിൽ താൻ മഹത്വപ്പെടണം എന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, അല്ലേ? എന്റെ പ്രത്യേകിച്ച് 4-ാം വാക്യത്തിലൊക്കെ, നീ തന്ന പ്രവൃത്തി ഞാൻ തികഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ഞാൻ ലോകത്തിൽ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ അടുക്കിലേക്ക് ഞാൻ വരുന്നു, എന്നെ മഹത്വപ്പെടുത്തണമേ. സ്തോത്രം. നോക്കണം, കർത്താവ് ഈ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ തന്റെ സ്വന്തം മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് 17-ാം വാക്യം നമ്മളൊന്ന് വായിച്ചേ. 17 അല്ല, ഓക്കെ, 7-ാം വാക്യം, സോറി, 7-ാം വാക്യം. നീ എനിക്ക് 6-ഉം 7-ഉം വാക്യങ്ങൾ നമ്മളവിടെ കാണുന്നത് കർത്താവ് ഈ ഒരൊറ്റ പ്രാർത്ഥനയെ തന്റെ സ്വന്തം മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളൂ. വേറെ ഒരിടത്തും കർത്താവ് തന്റെ സ്വന്തം മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. അതെന്താണെന്നറിയാമോ? കർത്താവ് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? ഇനി ഇത് മനസ്സിലാക്കണമെങ്കിൽ 17-ാം വാക്യം വായിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം 17 പറഞ്ഞു. ഇത് വായിച്ചിട്ടാണെങ്കിൽ 17-ാം വാക്യം വായിക്കും. 17-ാം വാക്യം വായിക്കുന്നത് എങ്ങനെയാണ്? സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. ഈ 2 വാക്യങ്ങൾ ഒത്തിരി നമുക്ക് ചിന്തിക്കാനുണ്ട്. പക്ഷെ ഞാൻ സമയത്തിന്റെ പരിമിതിയെ മാനിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല, കാരണം എന്റെ പ്രധാന സന്ദേശം അതല്ല. കോൺസെക്രേഷൻ ഫോർ ദ മിനിസ്ട്രി. പഴയ നിയമത്തിൽ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയെ കോൺസെക്രേറ്റ് ചെയ്യുമ്പോൾ, വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ചെയ്യുന്ന ഒരുപാട് പ്രോസസ്സുകളുണ്ട്. ഒരുപക്ഷെ ദൈവമക്കൾക്ക് അറിയായിരിക്കും. അതിന്റെ ദൃഷ്ടാന്തമായി കർത്താവ് അതിനെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇവരെ ഒരു ഹൈ പ്രീസ്റ്റ്ലി ശുശ്രൂഷയ്ക്കായി,
ഒരു പുരോഹിത ശുശ്രൂഷയ്ക്കായി കർത്താവെ ഇവരെ വിശുദ്ധീകരിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് കർത്താവ് പറയുന്നത് തന്റെ മഹത്വീകരണത്തെ കുറിച്ച് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. ദൈവമക്കളെ, നമ്മൾ എവിടാ കാണുന്നത് കർത്താവിന്റെ മഹത്വീകരണത്തെ? നമ്മൾ എവിടാ കാണുന്നത്? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുന്നില്ല. അപ്പൊ ഓർത്തു നോക്കിയേ, കർത്താവ് പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ, മഹത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ താൻ ആ മഹത്വം ഉപേക്ഷിച്ചിട്ട്, സ്തോത്രം, ഞാൻ ഈ മീറ്റിങ്ങിന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ, അതോ ഏതോ ഒരു മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ലെങ്കിൽ ബോംബെയിലെ മീറ്റിങ്ങിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ദൈവത്വം താൻ ഉപേക്ഷിച്ചിട്ട് താൻ മനുഷ്യത്വം ഏറ്റെടുക്കുക. താഴോട്ടുള്ള ആ പടികളാണ് ഓർക്കുന്നത്. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ പറയുന്നത്, പിരമിഡിന്റെ എന്നാ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എപ്പോഴും പിരമിഡിന്റെ അപ്സൈഡ് പിരമിഡാ നമ്മൾ എപ്പോഴും, ആൻഡേ പിരമിഡാ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്, അല്ലെ? നമുക്ക് ഏറ്റവും ടോപ്പില് എത്തണം, അതാ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷെ പിരമിഡിന്റെ ഏറ്റവും ബോട്ടമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പിരമിഡിന്റെ ഏറ്റവും താഴത്തെ ലെവലാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പിരമിഡ് എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലായില്ല, അല്ലെ? ഇങ്ങനെ വെച്ചാൽ പിരമിഡിന്റെ ഏറ്റവും മുകളിൽ ഇരിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം, അല്ലെ? ഏറ്റവും ഉയർന്ന പൊസിഷനിൽ ഇരിക്കാൻ ആഗ്രഹം. നമ്മുടെ കർത്താവ് ഏറ്റവും ഉയർന്ന പൊസിഷനിൽ നിന്ന് ഏറ്റവും താഴത്തെ പൊസിഷനിൽ വരാനാണ് കർത്താവ് ആഗ്രഹിച്ചത്. ഞാനിങ്ങനെ പറഞ്ഞങ്ങ് പൊക്കോണ്ടിരിക്കുക. അതുകൊണ്ട് സ്തോത്രം, ഒന്ന് ശ്രദ്ധിച്ചേ ദൈവമക്കളെ. ഒന്ന്, താൻ ദൈവമായിരിക്കെ ആ ദൈവത്വം താൻ വേണ്ട എന്ന് വെക്കുന്നു. 2, ഫാസ്റ്റർ വിയോറിയസിന്റെ ഭാഷയെ പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ളതായിട്ട് ഞാൻ അതൊന്നുകൂടി എടുത്തു പറയുക. അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ചവൻ, ഈ സമസ്ത ഭൂഗോളങ്ങളെയും സൃഷ്ടിച്ചവൻ ഒരു മറിയ എന്ന ഒരു സഹോദരിയുടെ, ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് തന്നെ ഒതുക്കി, അല്ലെ? എത്ര ചെറുതാകാൻ ഒരാൾക്ക് പറ്റും? അത്രയും താൻ ചെറുതാണ്. സ്തോത്രം. അതൊക്കെ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് വിവരിപ്പാൻ നമുക്ക് പറ്റത്തില്ല ദൈവമക്കളെ. അത് നമ്മൾ ഒരുപാട് ചിന്തിക്കണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ കൊരിന്ത്യ ലേഖനത്തിലെ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കണം. നമ്മുടെ കർത്താവ് സമ്പന്നനായിരുന്നിട്ടും, അല്ലെ? നമ്മുടെ കർത്താവ് സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം. വാട്ട് എ ബ്യൂട്ടിഫുൾ വേർഡിങ്സ്, അല്ലേ? അപ്പൊ അത്രയും കർത്താവ് ചെറുതായി. അപ്പൊ ഒന്ന്, മനുഷ്യനായി. ദൈവമായിരുന്നവൻ മനുഷ്യനായി. 2, മനുഷ്യനായിരുന്നവൻ ആരായി? ദാസനായി. സ്തോത്രം. അപ്പൊ ദൈവത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് വരുന്നു, മനുഷ്യത്വത്തിൽ നിന്ന് ദാസനായി മാറുന്നു. ഇനി ദാസത്വത്തിൽ നിന്ന് ആരായി മാറുന്നു? നോക്കണം. ഒരു ക്രിമിനലിനെ പോലെ, ആർക്കും വേണ്ടാത്ത കുരിശ് സഹിക്കുവാൻ, അല്ലെ? ഒരു പാപിയെ പോലെ, അല്ലെ? അതവിടെ വായിക്കുന്നത്. അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. അപ്പൊ എത്രയോ പടികളാ കർത്താവ് താഴോട്ട് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? തന്നെത്താൻ താഴ്ത്തി, ഒന്ന് മനുഷ്യരു സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് മനുഷ്യനായി വിളങ്ങി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. സ്തോത്രം. ഞാൻ ഇത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നിന്ന് ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞത്. കർത്താവ് ഇപ്പോഴത്തെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ആ പഴയ തന്റെ പൊസിഷനിലേക്കുള്ള, പിതാവിനോടൊപ്പമുള്ള പഴയ പൊസിഷനിലേക്കുള്ള തന്റെ മഹത്വത്തെ കുറിച്ചാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞ് വളരെ പെട്ടെന്ന് ഇന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മുടെ ഉദ്ദേശത്തിലേക്ക് വരാനാകും. അപ്പൊ 1, കുരിശിൽ മഹത്വപ്പെടാൻ ആഗ്രഹിക്കുന്നു. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങള്. 2, തിന്മയിൽ നിന്ന് തന്റെ ശിഷ്യന്മാർ സംരക്ഷിക്കപ്പെടാൻ കർത്താവ് പ്രാർത്ഥിക്കുന്നു. 6 മുതൽ 19 വരെ. 3, മുഴു സഭയും ഐക്യത്തിൽ ജീവിക്കാൻ യേശു പ്രാർത്ഥിക്കുന്നു. 20 മുതൽ 26 വരെയുള്ള നമുക്കൊക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഭാഗം കർത്താവ് ഈ ലോകത്തിൽ തന്റെ ശിഷ്യന്മാരെ കുറിച്ചുള്ള ഉദ്ദേശത്തെ കുറിച്ച് പറയുന്നു. ലോകത്തിൽ ഇസ്രായേൽ മക്കള് പരാജയപ്പെട്ടു പോയ ഒരു ശുശ്രൂഷയുണ്ട്, അല്ലെ? അവരെ എന്നാ ദൈവം ആക്കി വെച്ചിരുന്ന ജാതികൾക്ക് പ്രയോജനമായി,
വെളിച്ചമായിട്ട് ദൈവം ഇസ്രായേൽ മക്കളെ തെരഞ്ഞെടുത്തതാണ്. ഒരു ദൈവിക ഉദ്ദേശത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് ദൈവം ഇസ്രായേൽ മക്കളെ തെരഞ്ഞെടുത്തതാണ്. പക്ഷെ അവർ പരാജയപ്പെട്ടു പോയി. അപ്പൊ ഇസ്രായേൽ മക്കൾ പരാജയപ്പെട്ടു പോയാൽ ലോകത്തിന് വെളിച്ചമായിരിക്കേണ്ട യഹോവയായ ദൈവത്തെ പരിചയപ്പെടുത്തേണ്ട ആ ഉദ്ദേശത്തിലേക്ക് ദൈവം തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് ആക്കുകയാണ്. ഞാൻ ഒരു മിനിറ്റ് ഒന്ന് നിർത്തിക്കോട്ടെ. ദൈവമക്കൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. എന്തിനാ ദൈവമക്കളെ നമ്മൾ ലോകത്തിലായിരിക്കുന്നത്? ദൈവം എന്തിനാ സഭയെ ആക്കി വെച്ചിരിക്കുന്നത്? ആമേൻ. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ പരാജയപ്പെട്ടു പോയ ലോകത്തിന്റെ വെളിച്ചമായിരിക്കേണ്ടതിന്, ആമേൻ, യഹോവയായ ദൈവത്തെ ലോകത്ത് പരിചയപ്പെടുത്തേണ്ടതിന് ആക്കി വെച്ച ഇസ്രായേൽ മക്കൾ പരാജയപ്പെട്ടു പോയിടത്താണ് ദൈവസഭയാക്കി വെച്ചിരിക്കുന്നത്. ഈ ഉദ്ദേശം നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. ഒരു ഭർത്താവായിട്ട് ജീവിക്കാനോ, ഒരു ഭാര്യയായിട്ട് ജീവിക്കാനോ, അല്ലെ മക്കളോ മകനോ ആയിട്ട് ജീവിക്കാനോ, നിങ്ങളുടെ ഓഫീസിലെ ബോസ് ആയിട്ട് ജീവിക്കാനോ, സാജു സാറിന്റെ ഇതിലെടുത്താല് എന്താ പറയുക, നിങ്ങളുടെ പ്രൊഫഷണലില് നിങ്ങളെ ആക്കിയിരിക്കുന്നിടത്ത് നിങ്ങളായിരിക്കാനോ, നിങ്ങളുടെ ഓഫീസിലെ ജോലിക്ക് വേണ്ടിയോ, അടുക്കളയിൽ ആഹാരം ഉണ്ടാക്കുന്ന ഒരാളായിട്ടോ, ദൈവമക്കളെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എന്ന് മനസ്സിലാക്കുന്നത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതൊക്കെ സെക്കൻഡറിയാണ്. നമ്മളെ അതിനല്ല ദൈവം ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ സെക്കൻഡറി നമ്മുടെ പ്രൈമറി ആയി മാറുക. നമ്മുടെ നമ്മള് മലയാളത്തിൽ പറയുന്നത് നമ്മുടെ രണ്ടാം നിരയിൽ നിൽക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ ഒന്നാം നിരയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്നാം നിരയിൽ നിൽക്കേണ്ട പ്രാഥമികതകളല്ലാതെ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോകുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ഈ 2024 ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ പരമാർത്ഥ മനസാക്ഷിയെ തൊട്ടുണർത്തി കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് കർത്താവിനോട് നമുക്കൊന്ന് പറയാം, കർത്താവേ, എന്നെ കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശം പൂർണ്ണമായി എന്നിൽ വെളിപ്പെട്ട് വരുന്നിടം വരെ, എന്നെ കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശം എന്നിൽ പൂർണ്ണമായി നിവർത്തിക്കപ്പെടുന്നത് വരെ ഈ ലോകത്തിൽ വിശ്വസ്തരായി നിൽപ്പാനുള്ള കൃപ കർത്താവ് എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് ദൈവമക്കളെ നമ്മെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം. അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നു. അപ്പൊ 3 പ്രധാന കാര്യങ്ങൾ, ഓക്കെ, എഴുതുന്നവർ പെട്ടെന്ന് എഴുതിക്കോണം. 3 കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന്, നമ്മൾ ലോകത്തിലാണ്. 11-ാം വാക്യം എഴുതിയോ? നമ്മൾ ലോകത്തിലാണ്. 2, നമ്മൾ ലോകത്തിന്റെ അല്ല. 14-ാം വാക്യവും 16-ാം വാക്യവും. 3, നമ്മൾ ലോകത്തിനു വേണ്ടിയാണ്. We are in the world. We are not of the world. We are for the world. സ്തോത്രം. ലോകത്തിലാണ്, ലോകത്തിന്റെ അല്ല, ലോകത്തിനു വേണ്ടിയാണ്. ഇനിയുള്ള ഏകദേശം 20 മിനിറ്റോളം സമയങ്ങള് പെട്ടെന്ന് ഈ ഭാഗത്തു നിന്ന് ചിന്തിച്ച് ഇന്ന് രാത്രിയിലെ ദൈവവചനത്തിന് ചിന്തയ്ക്ക് സമാപ്തി കുറിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പൊ ഒന്നാമത്തേത്, നമ്മൾ ഈ ലോകത്തിൽ ആണ്. 11-ാം വാക്യം ദൈവമക്കൾ ആരെങ്കിലും ഒന്ന് വായിച്ചേ. അപ്പൊ നിങ്ങളുടെ കൂടെ ഒരു പാർട്ടിസിപ്പേഷൻ ഞാൻ ആഗ്രഹിച്ചോണ്ടാണ്. ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. നോക്കിയ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. സ്തോത്രം. ഇനി ഞാൻ വളരെ സ്പീഡിലായിരിക്കും പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ പെട്ടെന്ന് പറയാം. 2 കാര്യങ്ങളാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്. ഒന്ന്, യേശു ഈ ലോകം വിട്ട് പോകുന്നു. 2, ശിഷ്യന്മാർ ഈ ലോകത്ത് സൂക്ഷിക്കപ്പെടുന്നു. നോക്കിയേ, ഒന്ന് ഒരു പ്രൊമോഷനാണ്, മറ്റൊന്ന് ശിഷ്യന്മാർ ഈ ലോകത്ത് തന്നെ നിൽക്കുകയാണ്. ഒന്ന് പൂർത്തിയായ ഒരു ജോലിയാണ്, അല്ലെങ്കിൽ ഒരു ദൗത്യമാണ്. ജോലി എന്ന വാക്ക് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഒന്ന് പൂർത്തിയായ ഒരു ദൗത്യമാണ്, 2 തുടരുന്ന ഒരു ദൗത്യമാണ്. സ്തോത്രം. മനസ്സിലായ എത്ര ദൈവമക്കളുണ്ട്? കർത്താവിന്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടു. കർത്താവ് ഭൂമിയിൽ നിന്ന് പോകുകയാണ്. ശിഷ്യന്മാരെ ലോകത്തിൽ കണ്ടിന്യൂ ചെയ്യുക, അവരിവിടെ തുടരുക. കാരണം ശിഷ്യന്മാരുടെ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. സ്തോത്രം. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നിന്ന് ചിന്തിച്ചാൽ യേശുവിന്റെ ശിഷ്യന്മാരായിരുന്നവരുടെ ദൗത്യം പൂർത്തീകരിച്ച് അവരൊക്കെ
പോയി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോഴും തുടരുക, സഭ ഇപ്പോഴും ഈ ഭൂമിയിൽ തുടരുക. കാരണം നമ്മുടെ ദൗത്യം ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. സ്തോത്രം. അപ്പോൾ ഇന്ന് രാത്രി ദൈവമക്കളെ മനസ്സിലാക്കണം, നമ്മുടെ ഉദ്ദേശത്തിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ലോകത്തിലാണ്. 17-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ച്. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആമേൻ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ മാത്രം പ്രത്യേകതകളാണ് കേട്ടോ ദ വേർഡ് കോസ്മോസ്. കോസ്മോസ്, ലോകം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. എത്രയിടത്താ ലോകം 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 ലോകം. യോഹന്നാന്റെ ലേഖനങ്ങളിലും സുവിശേഷത്തിലും മാത്രമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ വാക്ക് കാണുന്നത്, ലോകം. അപ്പൊ നമുക്കൊരു ചിന്ത ഉണ്ടാകും, ലോകം എന്ന് പറയുന്ന പാപമാണെന്നൊരു ചിന്തയുണ്ടാകും. ലോകം പാപമല്ല കേട്ടോ, ലോകം പാപമല്ല. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം, ലോകത്തിലാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ദൈവം സൃഷ്ടിച്ച ഒരു യൂണിവേഴ്സ് ഉണ്ട്, ഒരു ലോകമുണ്ട്. അത് പാപമല്ല. മറിച്ച് ഏതാണ് പാപം? ദൈവത്തെ കൂടാതെ രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയുണ്ട്, എ സ്ട്രക്ചർ വിച്ച് ഫോംഡ് വിത്തൗട്ട് ഗോഡ്. അതാണ് പാപം എന്ന് പറയുന്നത്. ആ ലോകത്തിനെയാണ് നമ്മൾ ലോകം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ പറഞ്ഞേ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. യെസ് കുഞ്ഞുങ്ങളെ, ലോകത്തെയും ലോകത്തിനുള്ളതിനെയും. അതേതാണ്? അത് മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത ലോകമെന്ന വ്യവസ്ഥിതി. ദൈവമില്ല, അതിന്റെ കേന്ദ്രബിന്ദു ദൈവമല്ല. എന്നാൽ ദൈവം നമ്മളെ ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുക. അതേത് ലോകമാണ്? ദൈവം താൻ സൃഷ്ടിച്ച ലോകമാണ്. സ്തോത്രം. ഇവിടെ നമ്മൾ ആയിരുന്നേ മതിയാകുകയുള്ളൂ. ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമില്ലായിരിക്കാം അല്ലേ? ബോംബെ ജീവിക്കാൻ ഇഷ്ടമില്ലായിരിക്കാം, കേരളത്തിൽ ജീവിക്കാൻ ഇഷ്ടമില്ലായിരിക്കാം, ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അമേരിക്കയിൽ പോയി ജീവിക്കാനായിരിക്കും ഇഷ്ടം. എന്ത് ചെയ്യാതെ നിവൃത്തിയില്ല. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഈ ലോകത്തിലാണ്. നമ്മൾ ഇവിടെ ആയിരുന്നാലേ പറ്റത്തുള്ളൂ അല്ലേ? ആ അയലോക്കംകാരുടെ ഇടയ്ക്ക് ജീവിക്കാനാണ് കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. എന്നും ചീത്ത പറയുന്ന അയലോക്കംകാരുടെ അടുത്ത് തന്നെ താമസിക്കാനാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം ഇല്ലേ? മേളിൽ നിന്നും മീൻവെള്ളം ഒഴിക്കുന്ന അതേ ഫ്ലാറ്റിൽ താമസിക്കാനാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഞാൻ വളരെ സരളമായി തമാശ രൂപേണ പറഞ്ഞാൽ ദൈവമക്കൾക്ക് അത് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വഴക്കുണ്ടാക്കുന്ന അതേ അമ്മായിമ്മയുടെ കൂടെ താമസിക്കാനും ഈ കറിക്കകത്ത് ഉപ്പ് വാരിയിടുന്ന അതേ മരുമോടെ കൂടെ ജീവിക്കാൻ തന്നെയാണ് ദൈവം നമ്മളെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. വി ഷുഡ് നോട്ട് ഫോർഗെറ്റ്, നമ്മൾ ഈ ലോകത്തിലായിരുന്നേ ഒക്കത്തുള്ളൂ. നമ്മൾ ഉടനെ നെഞ്ചത്തടിച്ചൊക്കെ ഒരു പറയും, എന്നെ അങ്ങ് വിളിച്ചോടെ കർത്താവേ, എനിക്കങ്ങ് വരണം, എനിക്ക് ലോകം വേണ്ട എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ദാറ്റ് ഈസ് നോട്ട് ദ റിയാലിറ്റി. നമ്മൾ ഈ ലോകത്തിൽ ആണ്. സ്തോത്രം. ദൈവമക്കളെ മറക്കരുത്, നമ്മൾ ഈ ലോകത്ത് ആണ്. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ വേദനകളും നാം അനുഭവിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം. യേശുക്രിസ്തു അവരോട് കൂടി ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ഒരു ആശങ്കയില്ലായിരുന്നു. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ കർത്താവ്, ദീനക്കാരെ സുഖപ്പെടുത്തിയ കർത്താവ്, 5000 പേർക്കും അതിലധികം പേർക്കും പലപ്പോഴായിട്ട് അപ്പം കൊടുത്ത കർത്താവ്, വെള്ളത്തിന്റെ മീതെ കൂടെ നടന്ന കർത്താവ്, അന്ധന് കാഴ്ച കൊടുത്ത കർത്താവ്, മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവ്, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും കർത്താവ് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഇപ്പം അവരെ കാത്തിരിക്കുന്നത് ദുഃഖങ്ങളും കഷ്ടതകളും പീഡനങ്ങളും ഒക്കെ ആണെന്ന് കർത്താവ് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. സ്തോത്രം. സ്വന്തം മരണം, സ്വന്തം കഷ്ടതകള് കർത്താവ് അനുഭവിക്കാൻ പോകുന്നത് കർത്താവ് അവരോട് പറയുക. അവരെ തനിച്ചാക്കിയിട്ട് പോകുമെന്ന് കർത്താവ് അവരോട് പറയുക. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയ കർത്താവിന്റെ പഠിപ്പിക്കലുകൾ ഇല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട അപ്പം വാഴ്ത്തി നുറുക്കി കൊടുത്ത് എല്ലാവർക്കും വിതരണം കൊടുത്ത് രാജാക്കന്മാരായി നടക്കുന്ന ശിഷ്യന്മാർ വിചാരിച്ച് എന്നും കർത്താവ് കൂട്ടത്തിലുണ്ടാവും, ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന്. പക്ഷേ റിയാലിറ്റി കർത്താവ് ഒരിക്കലും മറച്ചു വെച്ചില്ല അല്ലേ? കർത്താവ് എപ്പോഴും ഒരു വിശാല വഴിയെക്കുറിച്ചല്ല കർത്താവ് പറഞ്ഞത്, ഇടുക്കമുള്ള വഴിയെക്കുറിച്ചാണ് കർത്താവ് എപ്പോഴും അവരോട് പറഞ്ഞത് അല്ലേ? കർത്താവ് പറഞ്ഞത് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ സ്ഥലമില്ലെന്നാ കർത്താവ് പറഞ്ഞത്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ലെന്ന കർത്താവ് പറഞ്ഞത്. അറിഞ്ഞോ അറിയപ്പെടാതെയോ വേറൊരു സുവിശേഷമാണ് പലപ്പോഴും സഭകളിൽ പ്രസംഗിക്കപ്പെടുന്നത്. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല, കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രതിസന്ധികളൊന്നുമില്ല, വേദനകളൊന്നും ഇല്ലാത്ത ഒരു ലോകത്തിലേക്കാണ് നമ്മൾ ആകുന്നത്, വേറൊരു സ്ഥലത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണെന്ന് അറിയപ്പെടാത്ത ഒരു സുവിശേഷം കർത്താവോ ശിഷ്യന്മാരോ അപ്പോസ്തലന്മാരോ പഠിപ്പിക്കാത്ത ഒരു സുവിശേഷം, വേറൊരു സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന ലോകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ ഈ വാക്ക് ഞാൻ വീണ്ടും ഊന്നി പറയട്ടെ, ദൈവമക്കളെ, ദൈവത്തിന്റെ വചനപ്രകാരം കർത്താവ് താൻ നമ്മോട് പറഞ്ഞു തന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ലോകത്തിലായിരിക്കുന്നു, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. സ്തോത്രം. പ്രശ്നപരിഹാരകൻ നമ്മോടുകൂടെ ഇപ്പോഴില്ല.
പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ താമസിക്കുമ്പോൾ നമ്മൾ പരിഭ്രാന്തരായി പോകാറുണ്ട്, അല്ലേ? കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളും നമ്മളെ ഭയപ്പെടുത്തിയേക്കാം. എന്നാൽ ഒരു കാര്യം മറക്കരുത്, നമ്മുടെ കർത്താവിന്റെ വാഗ്ദത്തം നമ്മോട് കൂടി ഉണ്ട്. അവൻ നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. 1 യോഹന്നാൻ 4:4 കർത്താവ് പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ആമേൻ, സ്തോത്രം. അപ്പൊ നമ്മളിവിടെ പറയുന്നത്, ലോകത്തിലായിരിക്കുന്ന ശിഷ്യന്മാരെ കുറിച്ച് കർത്താവ് പറയുന്നു, ഒരിക്കലും അവരെ ലോകത്തിൽ നിന്ന് മാറ്റണമെന്നോ കർത്താവിനോടൊപ്പം അവരെ കൊണ്ടുപോകണമെന്നോ കർത്താവ് പ്രാർത്ഥിച്ചില്ല. അതാണ് അതിന്റെ പരമപ്രധാനമായ വാക്യം. 15-ാം വാക്യം ഒന്ന് വായിച്ചത് മക്കളെ. 15-ാം വാക്യം, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല. നോക്കിക്കേ, കർത്താവ് വളരെ വ്യക്തമായിട്ടാ പറയുന്നത്. അവർ പ്രശ്നരഹിതമായ ഒരു ജീവിതം അവർക്ക് കൊടുക്കണമേ എന്നല്ല കർത്താവ് പ്രാർത്ഥിക്കുന്നത്, അല്ലെ? അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല കർത്താവ് പ്രാർത്ഥിക്കുന്നത്. പകരം അവരുടെ സംരക്ഷണത്തിനും അവർ ലോകത്തെ ജയിക്കുന്നതിനുമായിട്ട് കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. നമ്മൾ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്താ? കർത്താവെ, ഇതിൽ നിന്ന് എന്നെ മാറ്റണമേ, ഇത് മാറ്റി തരണമേ, ഇത് മാറ്റി തരണമേ, ഇത് മാറ്റി തരണമേ, അതെനിക്ക് വരരുതേ, ഞാൻ ഭയപ്പെടുന്ന തിന്മ എനിക്ക് വന്ന് ഭവിക്കരുതേ. ഇതൊക്കെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല കർത്താവ് പ്രാർത്ഥിച്ചത്, മറിച്ച് ലോകത്തിലായിരിക്കുമ്പോൾ അവരെ അഭിമുഖീകരിക്കാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ എന്നാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലെ കുറിച്ച് നമുക്കറിയാമല്ലോ. എന്തെല്ലാം പ്രതിസന്ധികൾ പൗലോസ് അനുഭവിച്ചു. പക്ഷെ കർത്താവ് പറയുന്ന, പൗലോസെ, പ്രാർത്ഥിക്കണ്ട, ഇതിനൊരു മാറ്റമൊന്നും ഇല്ല, നീ പ്രാർത്ഥിക്കണ്ട. പക്ഷെ ഇതിനെ കവിയുന്ന ഒരു ദൈവകൃപ ഞാൻ നിന്റെ മേൽ പകരും. നീ പോലും അറിയപ്പെടാതെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ഒരു ദൈവകൃപ നിന്നിൽ വ്യാപരിക്കുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾ നിനക്ക് പ്രശ്നങ്ങളായി വലുതായി തോന്നുകയില്ല. അതിനെ കവിയുന്ന ഒരു ദൈവകൃപ നിന്റെ മേലുണ്ടാകും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരു പ്രാവശ്യം കൂടെ പ്രവചനാത്മാവിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും ദൈവമക്കളെ, അതിനൊരു മാറ്റം നാം കണ്ടില്ലെങ്കിൽ ഓർത്തോണം, ദൈവത്തിന്റെ കൃപ അതിനെ കവിയുന്നത് നമ്മുടെ മേൽ ധാരാളമായി കർത്താവ് പകരും. അതിനെ ഓവർകം ചെയ്യാൻ, സ്തോത്രം, വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകി തരും. സ്തോത്രം. അപ്പം ഈ ലോകത്തിൽ ദൈവത്തിന് കഷ്ടതയുണ്ട്, ഉപദ്രവങ്ങളുണ്ട്, പരീക്ഷകളുണ്ട്, തിന്മകളുണ്ട്. കാരണം സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക. പക്ഷെ നമ്മുടെ സംരക്ഷണം കർത്താവിന്റെ കയ്യിലാണ്. ഞാൻ വളരെ മുമ്പോട്ട് പോകട്ടെ. രണ്ടാമത്തേത്, നമ്മൾ ലോകത്തിൻ്റെത് അല്ല. 14-ാം വാക്യം 16-ാം വാക്യം ഒന്ന് വായിച്ച്, 14-ന്റെ ബി പാർട്ട് ഒന്ന് വായിച്ച്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. 16-ാം വാക്യം, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാർ അല്ല. സ്തോത്രം. ഞാൻ ഒത്തിരി സ്പീഡിൽ പോകുന്നോണ്ടാണോ? നിങ്ങൾ എന്റെ കൂട്ടത്തിലുണ്ടോ? ഒന്നാമത്തേത് നമ്മൾ ലോകത്തിലാണ്. അതിൽ 2 പോയിന്റാണ് നമ്മൾ കണ്ടത്. ഒന്ന് പറഞ്ഞ 2 പോയിന്റ്. ഒന്ന്, പൂർത്തിയായ ദൗത്യം. 2, തുടരുന്ന ദൗത്യം. മനസ്സിലായോ? കർത്താവ് പൂർത്തിയായ ദൗത്യം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോയപ്പോൾ പൂർത്തിയാകാത്ത ദൗത്യത്തിന് വേണ്ടി നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുക. അതുപോലെ നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല. ഇതിൻ്റെ അകത്ത് 2 കാര്യങ്ങൾ നമുക്ക് കാണാനാണ്. ഒന്ന്, നാം ലോകത്തിൻ്റെത് ആകരുത്. നമ്മൾ ലോകത്തിൻ്റെതല്ല ആകരുത് എങ്കിൽ, ലോകത്തിൻ്റെതല്ല എങ്കിൽ പിന്നെ നാം ആരുടെയാണ്? പറഞ്ഞതേ മക്കളെ, നമ്മൾ ദൈവത്തിൻ്റെയാ. ആമേൻ, സ്തോത്രം. നമ്മൾ ലോകത്തിന്റെ അല്ലെങ്കിൽ, ലോകത്തിന്റെ ആകരുത്. 2, ലോകത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ആരുടെയാ? നമ്മൾ കർത്താവിൻ്റെയാ. ഇന്ന് രാത്രി ഈ വചനം നമ്മുടെ ഒരു പ്രോത്സാഹനത്തിനായി, നമ്മുടെ ഒരു അനുഗ്രഹത്തിനായി, നമ്മുടെ ഒരു ഉറപ്പിനായി, നമ്മുടെ ഒരു ധൈര്യത്തിനായി, നമ്മുടെ ഒരു പ്രത്യാശയ്ക്കായി, നമ്മുടെ ഒരു ആശ്വാസത്തിനായി, ആമേൻ, സ്തോത്രം, ഇന്ന് രാത്രി കർത്താവ് നമ്മോട് ഇത് പറഞ്ഞു തരികയാ. ആമേൻ, നിങ്ങൾ എനിക്കുള്ളവരാണ്, നിങ്ങൾ എന്റെയാണ്, നിങ്ങൾ ഈ ലോകത്തിന്റെ അല്ല. അപ്പൊ നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ 2-ാം ഭാഗത്ത് നമ്മൾ കാണുന്നത്, നമ്മൾ ഈ ലോകത്തിന്റെ ആകരുത്, അല്ലെ? ലോകത്തിലായിരിക്കണം എന്ന് മാത്രമല്ല കർത്താവ് പറഞ്ഞത്, ലോകത്തിന്റെ അല്ലാതായിരിക്കണമെന്നും കൂടെയാണ്. ശ്രദ്ധിച്ചോ? കർത്താവ് എന്താ പറഞ്ഞേ?
ലോകത്തിലായിരിക്കണം എന്ന് പറഞ്ഞ അതേ കർത്താവ് ലോകത്തിൻ്റെതല്ലായിരിക്കണമെന്നും കൂടാ പറഞ്ഞേ. എത്ര എത്ര രസമാ ആ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോ, അല്ലേ? അപ്പൊ അതിന് നമ്മൾ സാധാരണയായിട്ട് പാസ്റ്റർമാരല്ല വിശ്വാസികൾ ദൈവമക്കൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, കപ്പല് വെള്ളത്തിലാണ്, പക്ഷെ വെള്ളം കപ്പലിലല്ല. ദാറ്റ്സ് ഓൾ, വെരി സിമ്പിൾ. അപ്പം ലോകത്തിലാണ് നമ്മൾ, പക്ഷെ ലോകത്തിന്റെ അല്ല. കപ്പല് വെള്ളത്തിലാണ്, പക്ഷെ വെള്ളം കപ്പലിലല്ല. ഒരു കുപ്പിക്കകത്ത്, ഒരു ഗ്ലാസിന്റെ അകത്ത് വെള്ളവും ഓയിലും കൂടെ ഒഴിച്ചാൽ എത്ര സ്പൂൺ കൊണ്ട് ഇളക്കിയെന്ന് പറഞ്ഞാൽ സ്പൂൺ തിരിച്ചെടുക്കുന്ന സമയത്ത് തന്നെ വെള്ളം അടിയിലും ഓയില് മേളിലും കെട്ടിത്തന്നെ കിടക്കും. എന്നാൽ ഒരു സ്പൂൺ ഉപ്പോ പഞ്ചസാരയോ വെള്ളത്തിലിട്ട് ഇളക്കിയാൽ അതല്ല സ്ഥിതി. ഇളക്കി കഴിഞ്ഞ് സ്പൂൺ എടുക്കുമ്പോൾ ഉപ്പ് ഏതാ വെള്ളം ഏതാ എന്ന് തിരിച്ചറിയത്തില്ല. എന്നാൽ എണ്ണയാണെങ്കിൽ അതിന്റെ ഡെൻസിറ്റി എപ്പോഴും കൂടുതലാണ്, അത് എപ്പോഴും അതിന്റെ മേളിൽ പൊങ്ങി തന്നെ കിടക്കും. സ്തോത്രം. അതാണ് കർത്താവ് സിമ്പിൾ ഉദാഹരണത്തിൽ കൂടെ നമ്മളോട് പറഞ്ഞത്. ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെതല്ലാതായിരിക്കണം. നമ്മൾ ലോകത്തിലാണെന്നുള്ളൊരു വസ്തുതയാണ്, പക്ഷെ നമ്മൾ ലോകത്തിന്റെ അല്ല എന്നുള്ളത് നമ്മളോടുള്ള ഒരു പ്രതിബദ്ധത, ഒരു കമാൻഡ്മെന്റ്, ഒരു നിർദ്ദേശമാണ് കർത്താവ് തരുന്നത്. ഇത് ഒരാൾക്ക് ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാൻ പറ്റുന്നതല്ല. ഇത് മറിച്ച് നിർബന്ധമായി കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്, അല്ലേ? സ്തോത്രം. വേറൊരു ഉദാഹരണം നമ്മൾ പറയാറുണ്ടല്ലോ, മത്സ്യം അല്ലെ, മീൻ വെള്ളത്തിൽ, ഉപ്പുവെള്ളത്തിൽ അതിന്റെ ജീവിതകാലം മുഴുവൻ വസിക്കും, പക്ഷെ ഒരിക്കൽ പോലും അതിന്റെ ഉള്ളിൽ ഈ ഉപ്പ് പ്രവേശിക്കുന്നില്ല. കാരണം അത് അനുവദിക്കുന്നില്ല. അത് അനുവദിക്കുന്നു എന്നതിന്റെ അർത്ഥം മീൻ ചത്തുപോയി എന്നാണ്, അല്ലേ? ഉപ്പുവെള്ളത്തിൽ ജീവനുള്ള കാലത്തോളം ജീവിക്കുന്ന മീനിന്റെ ഉള്ളിൽ ഉപ്പ് ആകുന്നില്ല. കാരണം അതിന് ജീവനുള്ളത് കൊണ്ട് അത് അനുവദിക്കുന്നില്ല ഉപ്പ് അബ്സോർവ് ചെയ്യാൻ അതിന്റെ ശരീരത്തേക്ക് വരാൻ. മറിച്ച് അങ്ങനെ ഏതെങ്കിലും ഒരു മീനിന്റെ ശരീരത്തിൽ ഉപ്പുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ അതിന്റെ അർത്ഥം ആ മീൻ ചത്തതാണ്. ഇന്ന് രാത്രി കർത്താവ് നമ്മോട് പറയുന്നത്, നിങ്ങൾ ലോകത്തിലായിരിക്കണം, പക്ഷേ യു ആർ നോട്ട് ബിലോങ്സ് ടു ദ വേൾഡ്. യു ആർ ഇൻ ദ വേൾഡ്, ബട്ട് യു ആർ നോട്ട് ബിലോങ് ടു ദ വേൾഡ്. നമ്മൾ ലോകത്തിലാണ്, പക്ഷെ നമ്മൾ ലോകത്തിന്റെ അല്ല. സ്തോത്രം. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിയ വിശ്വാസികളോട് പറയുന്നത്, ദൈവം നമ്മളെ വിളിച്ചത് അശുദ്ധിയിലേക്കല്ല, ദൈവം നമ്മളെ വിളിച്ചത് വിശുദ്ധിയിലേക്കാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് സമയമുണ്ട്, ഞാൻ വളരെ പെട്ടെന്ന് നിർത്താം. നൂറ്റാണ്ടുകളായി ദൈവമക്കളെ സഭ പീഡിപ്പിക്കപ്പെട്ടത് അവർ ഈ ലോകത്തിന്റെ അല്ലാഞ്ഞത് കൊണ്ടാണ്. കർത്താവിനെ അവർ പിടിച്ചത്, കർത്താവിനെ അവർ ഉപദ്രവിച്ചത്, കർത്താവിനെ അവർ ക്രൂശിച്ചത് കർത്താവ് ലോകത്തിന്റെ അല്ലായിരുന്നത് കൊണ്ട്. ശിഷ്യന്മാരെ അവര് വാളിന് വെട്ടിക്കൊന്നത് ശിഷ്യന്മാർ ലോകത്തിന്റെ അല്ലാതിരുന്നത് കൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം അതേ അധ്യായത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അതിനു മുമ്പേ അവർ എന്നെ പകച്ചു എന്ന് നിങ്ങൾ അറിയണം. സ്തോത്രം. വേറൊരിടത്ത് കർത്താവ് പറയുന്നത്, അവൻ അവരോട്, പരീശന്മാരോടൊക്കെ കർത്താവ് പറയുന്നത്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവർ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. സ്തോത്രം. യേശു ഒരിക്കലും ഈ ലോകത്തിൽ നിന്നുള്ളവൻ ആയിരുന്നില്ല. അതല്ലേ കർത്താവ് പറഞ്ഞേ, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. 2 പ്രാവശ്യമാണ് അവിടെ പറയുന്നത്. കർത്താവിനെ അനുഗമിക്കുന്ന നാമും അങ്ങനെ തന്നെ ആയിരിക്കണം. കർത്താവിന് ലൗകിക സ്വത്തോ അധികാരം മോഹമോ അധികാര ഭ്രമമോ ലൗകിക സുഖങ്ങളോ എന്തിനേറെ തല ചായ്ക്കാൻ ഒരിടം പോലും കർത്താവിനില്ലായിരുന്നു. കർത്താവ് ഈ ലോകത്തിന്റെ മുമ്പിൽ പൂർണ്ണമായി മരിച്ചിരുന്നു. ദൈവമക്കളെ, ഇന്ന് നാം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവിനെ കഴിയുന്ന ഒരു സുഖവും നമ്മുടെ കർത്താവിനെ കഴിയുന്ന ഒരു ലൗകിക നന്മകളും നാം ഒരിക്കലും ആഗ്രഹിക്കരുത്. പ്രഥമ സ്ഥാനം, 1-ാം സ്ഥാനം നമ്മുടെ കർത്താവ് തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുന്നു. മറിച്ച് ചിന്തിച്ചാൽ ദൈവസ്നേഹം ലോകത്തോട് ശത്രുതയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആമേൻ, ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്, ആമേൻ, നാം ഈ ലോകത്തിന്റെ അല്ല. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം എല്ലാവർക്കും കാണാതെ അറിയാവുന്ന വാക്യമാണ്.
അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. 1 യോഹന്നാൻ 1:4 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ആമേൻ. അപ്പൊ ഒന്നാം ഭാഗം, നാം ഈ ലോകത്തിന്റെ ആയിരിക്കരുത്. അപ്പൊ രണ്ടാം ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നാം ലോകത്തിന്റെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരുടെയാണ്? ദൈവത്തെ നാം ദൈവത്തിന്റെയാണ്. സ്തോത്രം. ഇന്ന് രാത്രി ആ കരങ്ങൾ ഉയർത്തി ഒന്ന് പറയാമോ? ഞാൻ എൻ്റെ കർത്താവിന്റെയാണ്, ഞാൻ എൻ്റെ കർത്താവിന് ഉള്ളതാണ്, ഞാൻ എൻ്റെ കർത്താവിന്റെ അവകാശമാണ്. ഐ ബിലോങ് ടു മൈ ഗോഡ്. ദൈവമക്കളെ, ഇതൊരു വലിയ ഉറപ്പായിട്ട് എപ്പോഴും കൂട്ടത്തിൽ കൊണ്ട് നടക്കണം. സ്തോത്രം, 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 സ്തോത്രം. എത്ര പ്രസംഗിച്ചാലും എനിക്ക് കൊതി തീരാത്ത അനേക വിഷയങ്ങളിൽ ഒരു വിഷയം ഇത്. ഐ ബിലോങ് ടു ഗോഡ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒന്ന് ഓർത്ത് നോക്കണേ. അബ്രഹാം എമംഗ് ദ നേഷൻസ്, ഐസക് എമംഗ് ദ നേഷൻസ്, ജേക്കബ് എമംഗ് ദ നേഷൻസ്, ജോസഫ് എമംഗ് ദ നേഷൻസ് എന്ന് പറഞ്ഞ ജാതികളുടെ ഇടയിലായിരുന്നു അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസഫ്, ഏലിയാവ്, മോശ. ആമേൻ. സ്തോത്രം. യോശുവ. ഇങ്ങോട്ടിങ്ങനെ വന്നു കഴിഞ്ഞ വിശ്വാസവീരന്മാർ, പ്രത്യേകിച്ച് 11-ാം അധ്യായം, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്ന വിശ്വാസവീരന്മാരെല്ലാവരും ഈ ലോകത്തിലായിരുന്നു. പക്ഷേ അവരുടെ നെറ്റിമേൽ ഒരു എഴുത്തുണ്ടായിരുന്നു, അത് വേറെ ആർക്കും വായിക്കാൻ കഴിയത്തില്ലായിരുന്നു. യഹോവയ്ക്ക് വിശുദ്ധൻ, യഹോവയ്ക്ക് വിശുദ്ധയായവൾ, യഹോവയ്ക്ക് വിശുദ്ധനായവൻ. സ്തോത്രം. അവരുടെ നെറ്റിമേൽ ഒരു എഴുത്തുണ്ടായിരുന്നു. അബ്രഹാമിനെ കാണുന്നവർ പേടിച്ചു, യജമാനനെ. ഇസഹാക്കിനെ കാണുന്നവർ പേടിച്ചു, യജമാനനെ. യാക്കോബ്, യോസഫ്, ഫറവോൻ പോലും ദാനിയേലിന്റെ മുമ്പിൽ രാജാവ് മുട്ടുമടക്കി. എന്താണെന്നറിയാമോ? നെറ്റിമേൽ ഒരു എഴുത്തുണ്ടായിരുന്നു. മോർദെഖായിയുടെ മുമ്പിൽ, രാജാവിന്റെ മുമ്പിൽ മോർദെഖായി എന്ന ഒരുവൻ മാത്രം തലം മടക്കിയില്ല, വണങ്ങിയില്ല, മുട്ടുമടക്കിയില്ല. സ്തോത്രം. രാജാവിന് പോലും മോർദെഖായിയെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സ്തോത്രം. മറിച്ച് മോർദെഖായിയെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് ദൈവം പറഞ്ഞു കൊടുത്തു. കാരണം എന്നാണെന്ന് അറിയാമോ? അവന്റെ നെറ്റിമേൽ ഒരു എഴുത്തുണ്ടായിരുന്നു, യഹോവയ്ക്ക് വിശുദ്ധനായവൻ, യഹോവയ്ക്ക് വേർതിരിക്കപ്പെട്ടവൻ, യഹോവയുടെ അവകാശം ദൈവത്തിനുള്ളവനെന്ന്. ഇന്ന് രാത്രി ദൈവവചനം ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഒരു പ്രാവശ്യം കൂടെ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ദൈവവചനത്തിന്റെ ആധാരത്തിൽ ഞാൻ പറയട്ടെ, ഈ ലോകത്തിന്റെ ദൃഷ്ടിയിൽ മാന്യരായി തോന്നിയില്ലെങ്കിലും നെറ്റിമേൽ ഒരു എഴുത്തുണ്ട്. ഞാൻ യഹോവയ്ക്ക് വിശുദ്ധനായവൻ, ഞാൻ യഹോവയ്ക്കുള്ളവൾ എന്നൊരു എഴുത്തുണ്ടെങ്കിൽ ലോകം നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തും, കുനിയും. നാം ലോകത്തിന്റെ മുമ്പിൽ മുട്ടുകുത്താൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഏലിയാ പറഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഏലിയാവേ, ബാലിന് മുട്ടുമടക്കാത്ത നീ ഒരുത്തനൊന്നും അല്ല, എനിക്ക് ആയിരങ്ങൾ വേറെ ഉണ്ട്. സ്തോത്രം. ഒരു ശേഷിപ്പ് എന്നും ഉണ്ട് ദൈവമക്കളെ, ഒരു ശേഷിപ്പ് എന്നും ഉണ്ട്. ഈ തലമുറയിൽ വേദനപ്പെടുന്നവരാണോ, ഭാരപ്പെടുന്നവരാണോ, ഈ വേദനയിൽ നിരാശപ്പെടുന്നവരാണോ, ഓർത്തോണം, നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ പിന്നിൽ അനേകായിരങ്ങള് ഇതേ നെറ്റിമേൽ എഴുത്തുള്ളവരുണ്ട്. യെഹെസ്കേൽ പ്രവചന പുസ്തകത്തിൽ വായിക്കുന്ന പോലെ നെറ്റിമേൽ മഷിയുടെ അടയാളമിട്ടവര് നമ്മുടെ പുറകിൽ ഒത്തിരി പേരുണ്ട്, നമ്മൾ മാത്രമല്ല. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഈ ലോകത്തിനുള്ളവരല്ലെന്നുള്ള ബോധ്യത്തോടെ മുമ്പോട്ട് പോകാൻ കർത്താവ് നമുക്ക് പിന്നെയും കൃപ തരട്ടെ. സ്തോത്രം. വി ബിലോങ് ടു ഗോഡ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 2-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങളെ തൊടുന്നവൻ എന്റെ കൺമണിയെ തൊടുന്നെന്ന. സ്തോത്രം. പുറപ്പാട് പുസ്തകം 7-ാം ആവർത്തന പുസ്തകം 7-ാം വാക്യത്തിൽ, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടത് നിന്റെ ദൈവമായ യഹോവ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ ഓർക്കാറുണ്ട്, എൻ്റെ അപ്പന്റെ അമ്മയുടെ ഒക്കെ കുടുംബത്തിൽ നിന്ന്, വീട്ടുകാരുടെ ഇടയിൽ നിന്ന്, എൻ്റെ കർത്താവേ, സ്തോത്രം, ഞങ്ങളെ തെരഞ്ഞെടുക്കാൻ കർത്താവിന് എന്തോ ഒരു ഇഷ്ടം തോന്നിയെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. വല്ലപ്പോഴും ഒക്കെ അവരെയൊക്കെ ഫോൺ വിളിക്കുമ്പോഴൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ദൈവത്തെ പലപ്പോഴും സ്തുതിക്കാറുണ്ട്. സ്തോത്രം. അവിടെ നിന്നൊക്കെ എന്നെ തെരഞ്ഞെടുക്കാം, വ്യർത്ഥവും അല്ലെ ശൂന്യവുമായതിൽ നിന്ന് ദൈവം എന്നെ തെരഞ്ഞെടുക്കാൻ എൻ്റെ കർത്താവിന് എന്നോട് തോന്നിയ ആ ഇഷ്ടം ഓർത്ത് ഞാൻ പലപ്പോഴും കർത്താവിനെ സ്തുതിക്കാറുണ്ട്. ഇന്ന് രാത്രി അതല്ലേ ദൈവമക്കളെ നമ്മുടെ സാക്ഷ്യം? കർത്താവിൻ്റെതായിരിക്കാൻ, കർത്താവിന്റെ മാത്രമായിരിക്കാൻ, അവന്റെ വിശുദ്ധ ജനമായിരിക്കാൻ, ഭൂലോകത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ മാത്രം. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്നതിന് മുമ്പ് ആ വാക്യത്തിൽ നിന്നെ മാത്രം എന്നുള്ളിടത്ത് എഴുതി ചേർത്തിട്ട്, നമ്മുടെ പേരെഴുതി ചേർത്തിട്ട് പറയണം,
ഭൂലോകത്തിലുള്ള സകല എണ്ണത്തിലും വെച്ച് നിന്നെ മാത്രം തെരഞ്ഞെടുക്കാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ആമേൻ. അതൊരു വലിയ തെരഞ്ഞെടുപ്പാ. സമയം തീരുകയാണ്. ഞാൻ വളരെ പെട്ടെന്ന് നിർത്താം. അടുത്ത 2-3 മിനിറ്റ് കൂടെ. മൂന്നാമതായി 18-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, 18-ാം വാക്യം ഒന്ന് വായിച്ചേ. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആമേൻ. 18-ാം വാക്യത്തിൽ നമ്മൾ ലോകത്തിനു വേണ്ടിയാണ്. അപ്പൊ ഒന്ന്, നമ്മൾ ലോകത്തിലാണ്. 2, ലോകത്തിന്റെ അല്ല. 3, ലോകത്തിനു വേണ്ടിയാണ്. വി ആർ ഇൻ ദ വേൾഡ്, വി ആർ നോട്ട് ഓഫ് ദ വേൾഡ് ആൻഡ് വി ആർ ഫോർ ദ വേൾഡ്. നമ്മൾ ഈ ലോകത്തിനു വേണ്ടിയാണ്. ദൈവമക്കൾക്ക് എത്ര പേർക്ക് ഈ ഒരു ബോധ്യമുണ്ട്, ഞാൻ ഈ ലോകത്തിനു വേണ്ടിയാണെന്ന്? അതെന്നാ നമുക്ക് ചിലപ്പോൾ എളുപ്പം പിടികിട്ടത്തില്ലായിരിക്കും. സ്തോത്രം. ആ ഭാഗത്തേക്ക് നമുക്ക് വരാം അടുത്ത 2-3 മിനിറ്റിന് പെട്ടെന്ന്. അപ്പൊ കർത്താവ് ഈ വാക്യത്തിൽ തന്റെ ശിഷ്യന്മാരെ ദൈവിക ദൗത്യത്തിന് വേണ്ടി, ഞാൻ പറഞ്ഞല്ലോ പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ പരാജയപ്പെട്ടു പോയി, ആ ദൗത്യത്തിന്റെ തുടർച്ചയായിട്ട് അതിന്റെ പൂർത്തീകരണത്തിനായിട്ട് സമർപ്പിക്കുകയും. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ദൗത്യമുള്ള ദൈവമക്കളാണ്. പ്രത്യേകമായ ഒരു ദൗത്യത്തിനായിട്ട് യേശുവിനെ പിതാവ് ഈ ലോകത്തിലേക്ക് അയച്ചതുപോലെ നമ്മെ കർത്താവ് അയക്കുക. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, എനിക്ക് വരയ്ക്കാനായിട്ടൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഒന്ന്, ഗോഡ് സെൻഡ് ഹിസ് സൺ. ദൈവം തന്റെ പുത്രനെ അയച്ചു. ഗോഡ് ആൻഡ് ദ സൺ സെൻഡ് ദ ഹോളി സ്പിരിറ്റ്. പിതാവും പുത്രനും കൂടെ പരിശുദ്ധാത്മാവിനെ അയച്ചു. ഗോഡ് ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് സെൻഡ് ദ ചർച്ച്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ സഭയെ ലോകത്തിലേക്ക് അയച്ചു. സി, സെൻഡിങ്. ഇതെല്ലാം സെൻഡിങ്, അയക്കപ്പെട്ടവരാണ്, ആക്കി വെക്കപ്പെട്ടവരാണ്. ഈ ലോകത്തിലെ ഒരു ദൗത്യത്തിന് വേണ്ടി ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കേണ്ടത്. അതെന്തുവാണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് മലമേലിരിക്കുന്ന പട്ടണം പോലെ പ്രകാശിക്കേണ്ടത്. അതെന്തുവാണെന്ന് ചോദിച്ചാൽ, മലമേൽ തെളിയിക്കപ്പെട്ടിരിക്കുന്ന വിളക്ക് പോലെ ലോകത്തിന്റെ ഉപ്പായി ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുക. സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലതിനെയും ക്രിസ്തുവേശുവിന്റെ കീഴിലുള്ള ഒരു ഐക്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതെന്നും മറക്കരുത്. ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ എന്നാ പറയുന്നത്. ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ, നിരപ്പിന്റെ ശുശ്രൂഷ. നിരപ്പിന്റെ ശുശ്രൂഷ എന്താ? നമ്മുടെ വിചാരം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേക്കണം, 2 റൊട്ടിയൊക്കെ ഉണ്ടാക്കി കഴിക്കണം, പിന്നെ ജോലിക്ക് പോകണം, പിന്നെ വൈകുന്നേരം ആകും, വീട്ടിൽ വരും, പിന്നെയും ഒരു കുടുംബ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കണം, 2 റൊട്ടി ഉണ്ടാക്കണം, കർത്താവിനോട് നന്ദി പറയണം, കിടന്നുറങ്ങണം. അല്ല ദൈവമക്കളെ, നമ്മുടെ ഉദ്ദേശം നമുക്ക് മറക്കാൻ പാടില്ല. നമ്മുടെ ഉദ്ദേശം നമ്മളെ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുക, പർപ്പസ്ഫുള്ളി അവിടെ ആക്കി വെച്ചിരിക്കുക. എന്തിനു വേണ്ടി? നിരപ്പിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, റെക്കൺസിലിയേഷൻ. നോക്കി, ഇപ്പൊ ഇത് കർത്താവാണെങ്കിൽ, ഇവിടെ പിതാവായ ദൈവമാണെങ്കിൽ, നമ്മൾ ആദ്യം കർത്താവിലേക്ക് മനുഷ്യരെ കൊണ്ടുവന്നിട്ട് ആ കർത്താവിൽ കൂടെ പിതാവിലേക്ക് നിരപ്പിക്കാനുള്ള ശുശ്രൂഷ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചു വെച്ചിരിക്കുന്നത്. സ്തോത്രം. ഞാൻ ആ ഭാഗങ്ങളൊന്നും ഒത്തിരി വിവരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കളെ, വഷളത്വം ഉള്ള ഈ ലോകത്തിലാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. പൗലോസ് പറയുന്നത് പോലെ, വഷളത്വമുള്ള ലോകത്തിൽ നാം നമ്മൾ വിശുദ്ധരായി ജീവിക്കണമെന്നാണ് പറയുന്നത്. ഒരു ചില്ലുകൂട്ടിലല്ല ദൈവസഭ ആക്കി വെച്ചിരിക്കുന്നത്, അല്ലെ? ചന്തസ്ഥലത്താ ദൈവസഭ ആക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം. ആരോ പറഞ്ഞതുപോലെ, വിശുദ്ധി എന്നത് ചുരുക്കം ചിലരുടെ ഒരു പ്രത്യേക അവകാശമല്ല, മറിച്ച് എല്ലാവരുടെയും ആവശ്യമാണ്. നമ്മെ തന്നെ വിശുദ്ധരായി നിലനിർത്തുന്നതിലൂടെ, ഈ ലോകത്തിന് കർത്താവിനെ വെളിപ്പെടുത്തുന്നതിലൂടെ, മറ്റുള്ളവർക്ക് കർത്താവിനെ കൊടുക്കുന്നതിലൂടെ ലോകത്തിന്റെ വെളിച്ചമായി തീരാൻ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുക. നമ്മൾ അതിന് കടപ്പെട്ടവർ. അതിനായി നാം വിളിക്കപ്പെട്ടിരിക്കും. നമ്മൾ ദൈവരാജ്യത്തിന്റെ അംബാസിഡേഴ്സായി, ഏജന്റുമാർ. ഈ ലോകത്തിനു വേണ്ടിയല്ല, ലോകത്തെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. സ്തോത്രം. സമയം തീർന്നല്ലോ. ഞാൻ ഈ ഭാഗം ഇവിടെ നിർത്തട്ടെ. 1 മിനിറ്റ് കൂടെ അധികമായി. ഞാൻ ഇവിടെ നിർത്തട്ടെ. നമ്മളെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശത്തെ തിരിച്ചറിയണം. സ്തോത്രം. 1, ഈ ലോകത്തിലാണ്, അതുകൊണ്ട് ഈ ലോകത്തിന്റെ എല്ലാ കഷ്ടതകളും നമുക്കുണ്ട്. 2, ലോകത്തിന്റെ അല്ല, ആകരുത്, നമ്മൾ ദൈവത്തിന്റെയാ. 3, ലോകത്തിന് വേണ്ടിയാ, ലോകത്തിന് കർത്താവിനെ കൊടുക്കാനാ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം. വിശ്വസ്തയോടെ, പരമാർത്ഥതയോടെ കർത്താവിനെ സേവിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. കർത്താവ് അനുവദിക്കുമെങ്കിൽ വീണ്ടും കാണും വരെയും ദൈവം നമ്മെ അവിടെ ഇവിടങ്ങളിൽ ആശംസിക്കട്ടെ. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനം. ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കും.